إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ആയുസ്സിൽ ഒരു റമദാൻ കൂടി പൂർത്തീകരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് അത് എല്ലാ നിലയ്ക്ക് പൂർണ്ണമായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തിനായിരുന്നു നോമ്പ് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഉത്തരങ്ങൾ തന്നെയാണ്. എന്നാൽ കാതലായി എന്തിനായിരുന്നു നോമ്പ് എന്നതിന് രണ്ട് പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കും. അതിനായിരുന്നു നോമ്പ് എന്നതാണ് അതിന്റെ ഉത്തരം. ആ നിലയ്ക്ക് നമ്മൾ നോമ്പ് നമ്മിൽ ഖുർആൻ പറഞ്ഞ രണ്ട് ഉത്തരങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടുകയും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേത് എന്തിനായിരുന്നു നോമ്പ് എന്നതിന് ഖുർആൻ പറഞ്ഞ ഉത്തരം നിങ്ങളെ വിശ്വാസപരമായി നിങ്ങളെ കരുത്തരാക്കുക എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈമാനികമായ കരുത്താർജിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്ത ഏറ്റവും വലിയൊരു സംവിധാനമാണ് റമദാനിലെ നമ്മുടെ നോമ്പ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആനിൽ രണ്ട് വലിയ അഭിസംബോധന കാണാൻ സാധിക്കും.
ഒന്ന് യാ അയ്യുഹന്നാസ് എന്നാണ്, ജനങ്ങളെ എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്ന് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്നാണ്. അപ്പൊ ഈ രണ്ട് അഭിസംബോധനയും ഖുർആൻ ഉപയോഗിച്ചത് വളരെ സൂക്ഷ്മമായിട്ടാണ്. ജനങ്ങളെ എന്ന അർത്ഥം വരുന്ന അയ്യുഹന്നാസ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ അധികവും നമ്മൾ കാണുക മക്ക ജീവിത കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 വർഷക്കാലത്തെ നീണ്ട ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സമയത്താണ് ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തത്. ആ ജനങ്ങളെ എന്ന അഭിസംബോധനയിൽ സഹാബത്ത് അടക്കം ഉൾപ്പെട്ടല്ലോ. എന്നാൽ പിന്നീട് മദീനത്തിൽ എത്തിയതിനു ശേഷം ഒരു സ്ഥലത്തു പോലും ഖുർആൻ അവരെ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. പിന്നെ മുഴുവൻ വിളിച്ചതും യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, ഈമാൻ ഉള്ള ആളുകളെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരോടാണ് ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു, അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ജനങ്ങളെ എന്നതിൽ നിന്ന് യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ വലിയ പദവിയിലേക്ക് സമൂഹം എങ്ങനെയാണ് എത്തിയത്? അത് വിശ്വാസപരമായി ഈമാനികമായി അവർ കരുത്താർജിച്ചു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖുർആന്റെ അഭിസംബോധന എന്നർത്ഥം. അപ്പൊ നോമ്പ് ആരാടാണ് പറഞ്ഞത് ചോദിച്ചാൽ വിശ്വാസപരമായി പാകപ്പെട്ട കരുത്താർജിച്ച ഒരു സമൂഹത്തോടായിരുന്നു നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത്. അപ്പൊ എന്തിനായിരുന്നു നോമ്പ് എന്നതിന് ഏറ്റവും വലിയ ഉത്തരം എന്താണ്? നമ്മൾ വിശ്വാസപരമായി കരുത്താർജിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ഇസ്സത്തായി പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ സംഗതി, നമ്മുടെ അന്തസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഈമാനികമായ കരുത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, വിശ്വാസപരമായ കരുത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും ഉന്നതരെന്നാണ്. അപ്പൊ നമ്മുടെ ഇസ്സത്ത്, അന്തസ്സും നമ്മുടെ ഔന്നത്യവും ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആദർശത്തിലാണ്, ഈമാനിലാണ്, വിശ്വാസത്തിലാണ്. അതിൽ കോട്ടം സംഭവിച്ചാൽ, അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഇസ്സത്ത്, ഔന്നത്യം ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഖുർആൻ ഒന്നാമതായി നമ്മോട് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സംഗതി എന്താണ് വിശ്വാസം എന്ന് ഖുർആൻ പറഞ്ഞത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര കഠിനമായ തീക്ഷണമായ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ആ കരുത്ത് അവന്റെ വിശ്വാസം, ഈമാൻ അവന് നൽകുമെന്നാണ്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിന്റെ പല പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരാണ്. വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് പരീക്ഷണങ്ങൾ. എന്നാൽ പോലും ആ പരീക്ഷണം പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് വേണ്ടേ? മനുഷ്യനാണ്, ദൗർബല്യങ്ങൾ ഉണ്ടാകും, എല്ലാവർക്കും ഒരുപോലെ മാനസികമായ കരുത്തുണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ പതറിപ്പോകാതെ നമുക്ക് കരുത്ത് നൽകുന്നത് നമ്മുടെ ഈമാൻ എന്നാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ പല നിലക്കും ഞാൻ പരീക്ഷിക്കും. അത് ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, സാമ്പത്തികമായ നഷ്ടങ്ങൾ നൽകി പരീക്ഷിക്കും, അതുപോലെ തന്നെ ജീവിതത്തിലെ നിങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉറ്റവരുടെ വിയോഗങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഖുർആൻ ചില പരീക്ഷണ ഉദാഹരണങ്ങൾ പറയാണ്. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവ കടന്നു വന്നാലും ശരി, ബശ്ശിരി സാബിരീൻ, നിങ്ങൾ പിടിച്ചു നിൽക്കണം കേട്ടോ, പതറി പോകരുത് കേട്ടോ, നിങ്ങൾക്കാണ് സന്തോഷ വാർത്ത എന്നാണ്. അപ്പൊ ഇത് പരീക്ഷണത്തിലെ ചില ഇനങ്ങൾ മാത്രമാണ്. ഇതല്ലാത്ത ഇനങ്ങളും പരീക്ഷണമായി കടന്നു വരാം. അള്ളാഹു പറ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ നൽകുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈമാനികമായി കരുത്തുണ്ടായിരിക്കണമെന്ന്. ഇല്ലാത്തവർ പതറിപ്പോകും, ഉറപ്പാണ് ജീവിതത്തിൽ. എന്നിട്ട് ഖുർആൻ അതിന്റെ ബാക്കി പറയുന്നത് നോക്കൂ. ഇനി എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ഒരു വിശ്വാസി മാക്സിമം എന്തേ പറയുള്ളൂ? ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെയും അള്ളാഹുവിന്റെ അധീനത്തിലാണ്,
ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ കീഴിലാണ്. അതുകൊണ്ട് ആ യജമാനൻ അള്ളാഹു എന്ത് തന്നാലും ശരി അതൊക്കെ മാനസികമായി ഞങ്ങൾ കൈനീട്ടി വാങ്ങാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ആ പരീക്ഷണങ്ങൾ വാങ്ങാൻ ഞങ്ങളുടെ ഈമാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനപ്പുറമുള്ള ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വീണ്ടും സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അങ്ങനെ പറയുന്ന ആളുകൾ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായിരിക്കാം, അവർ മാത്രമാണ് ശരിയായ വഴിയിൽ പ്രവേശിച്ചവർ എന്നാണ്. നമുക്ക് ഈ ആയത്ത് എത്രയോ വിശദീകരണം ഉൾക്കൊള്ളുന്നതാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ പതറരുത്. നിങ്ങൾ ഇത് മാത്രമേ അള്ളാഹു തൃപ്തിപ്പെടാത്ത, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു സംസാരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ ക്ഷമിച്ചതിന്റെയും സഹിച്ചതിന്റെയും ഫലമായിട്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ സഞ്ചരിക്കുന്ന ശരിയായ വഴിയിൽ നിങ്ങളെ നിലയുറപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പരീക്ഷണ ഘട്ടം നമുക്ക് കരുത്ത് നൽകുന്നത് എന്താണ്? നമ്മുടെ ഈമാനാണ് എന്നതാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മൂന്നാമത് സംഗതി അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ ആവശ്യകരമായ ഒരു സംഗതി. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ശാന്തിയും ലഭിക്കുന്നുവെങ്കിൽ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഈമാനികമായ കരുത്തുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുകയുള്ളൂ എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവർക്ക് മാത്രമാണ് ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ സമാധാനം ലഭിക്കുകയുള്ളൂ. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ സംസാരം കൊണ്ടല്ലാതെ ദിക്ർ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല എന്നാണ്. അപ്പൊ സമാധാനം ലഭിക്കുന്ന ലോകത്തെ ഏക കൂട്ടരാരാണ്? അവർ ഈമാൻ വിശ്വാസപരമായി പാകപ്പെട്ട ആളുകളാണെന്നാണ്. കരുത്താർജിച്ചവർക്ക് ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് ഖുർആൻ ഒരു കാര്യം ചേർത്ത് പറയുന്നുണ്ട്. അത് ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ കാലാകാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമല്ല, കലർപ്പില്ലാത്ത പ്യുവറായ ഈമാനായിരിക്കണമെന്നാണ്. വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വന്നു പോയാൽ, കലർപ്പ് വന്നു പോയാൽ ആ ഈമാൻ കൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ്. അപ്പൊ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വരാൻ പാടില്ല, കലർപ്പ് വരാൻ പാടില്ല, വികലമായ വിശ്വാസം കടന്നുകൂടാൻ പാടില്ല. അല്ലദീന ആമനു, ആരാണ് വിശ്വാസികൾ? ഒരു കൂട്ടർ മാത്രമാണ്. വലം യൽബിസു ഈമാനഹും ബിദുൽമി, അവരുടെ വിശ്വാസത്തിൽ ഈമാനിൽ ശിർക്ക് എന്ന ഏറ്റവും വലിയ മഹാപാപം, ആ വൈകല്യം കടന്നുകൂടാത്ത ആൾക്കാരാണ്. അപ്പൊ ശിർക്ക് കടന്നുകൂടാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംനു, അവർക്ക് മാത്രമാണ് നിർഭയത്വം സമാധാനം ലഭിക്കുകയുള്ളൂ. അപ്പൊ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വന്നു പോയാൽ, കലർപ്പ് വന്നു പോയി കഴിഞ്ഞാൽ എത്ര വലിയ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സമാധാനം നഷ്ടപ്പെടുമെന്നാണ്. അതാണ് തൗഹീദ് നൽകുന്ന സ്വസ്ഥത, അതാണ് തവക്കുൽ നൽകുന്ന സമാധാനം എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നോമ്പ് കൊണ്ട്, ഈ ഒരു മാസക്കാലം നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ ഈമാനിനെ സ്ഫുടം ചെയ്തെടുത്ത് കരുത്താർജിക്കാൻ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അവസരമായിരുന്നു നോമ്പ്. അതിനായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ സംവിധാനിച്ചു എന്ന. ആ കരുത്താർജിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിന്റെ മുഖ്യ ലക്ഷ്യമായി നമുക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി തുടർന്നുള്ള ജീവിതത്തിൽ ഈ പറഞ്ഞതിൽ ഒന്നും നമ്മുടെ ഈമാൻ കളഞ്ഞു പൊളിക്കുന്ന, അതിനെ കലർപ്പ് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ മാറുകയില്ല. ഞാൻ എന്റെ ഈ നമ്മൾ പറയാറുണ്ടല്ലോ, തീ ചൂളയിലിട്ട് പാകപ്പെടുത്തി എടുത്തതുപോലെ ഞാൻ പാകപ്പെടുത്തിയെടുത്ത എന്റെ ഈമാന്റെ കരുത്തു കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതാണ് നോമ്പിന്റെ മുഖ്യ ലക്ഷ്യമായി ഖുർആൻ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷ്യമുണ്ട്, അത് നോമ്പിന്റെ മാത്രമല്ല, എല്ലാ ആരാധന കർമ്മത്തിന്റെയും ലക്ഷ്യം അത് തന്നെയാണ്. അതെന്താണ്? ധാർമ്മികമായി നമ്മൾ പാകപ്പെടണം എന്നുള്ളതാണ്. ഒരു വശത്ത് വിശ്വാസപരമായ കരുത്തും മറുവശത്ത് ധാർമ്മികമായ കരുത്തു കൂടി നമുക്കുണ്ടായിരിക്കണം. അത് നോമ്പിന്റെ എല്ലാ ആരാധന ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കും. ഖുർആൻ ഏത് ആരാധന കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എല്ലാ ഫലങ്ങളാണ് പറയാറുള്ളത്.
ഒരു നിസ്കരിച്ചാൽ അതിന്റെ ഗുണം എന്തായിരിക്കും, നോമ്പനുഷ്ഠിച്ചാൽ അതിന്റെ റിസൾട്ടുകളാണ് ഖുർആൻ പറയാൻ. എന്താ കാരണം? ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാണ് ആരാധന കർമ്മങ്ങൾ എന്നാണ്. അപ്പൊ എന്ത് ലക്ഷ്യത്തിനാണ് ഒരു ആരാധന കർമ്മങ്ങൾ നമ്മോട് അനുഷ്ഠിക്കാൻ പറഞ്ഞത്, ആ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ ധാർമ്മികത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് എന്നാണ്. നോക്കി, ഈ ഒരു മാസക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ധാർമ്മിക നിലവാരം എന്തായിരുന്നു? നമ്മളൊക്കെ എത്ര നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തു ആലോചിക്കും. ഒന്ന്, ഭൗതികമായ കുറെ ശീലങ്ങളുണ്ടല്ലോ, എത്ര ചിട്ടയായിരുന്നു. നമ്മളെ സമയങ്ങളെ കൃത്യമായി ക്രമീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷണം ക്രമം തന്നെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ക്രമീകരിച്ചു. ജീവിതക്രമം, ടൈം ഷെഡ്യൂള്, ഇതൊക്കെ നമുക്ക് ചെയ്ത ഒരു ചിട്ടയുണ്ട്. ഒരു മാസക്കാലം ചിട്ടിയ കൃത്യസമയത്ത് എഴുന്നേൽക്കാം, കൃത്യസമയത്ത് പള്ളിയിൽ പോകാം, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാം. ഒരു കൃത്യമായ ഒരു പ്ലാനും ചിട്ടയുണ്ടായിരുന്നു. നമുക്ക് ആ ചിട്ട ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കും, എത്രയും കഴിക്കും, എപ്പോ വേണമെങ്കിലും ഉറങ്ങും, എത്രയും ഉറങ്ങും എന്ന മാതിരി നമ്മളായി മാറരുത്. നേരെ മറിച്ച് റമദാൻ നമ്മളെ ചിട്ടപ്പെടുത്തിയതാണ്, ഇത്ര ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. നമുക്ക് ഉറക്കം വന്നിട്ട് നമ്മളെ ഉറക്കം മാറ്റി വെച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ കൃത്യമായ ഒരു ഭാഗം ഖുർആൻ ഓതാൻ നമ്മൾ ശ്രമിച്ചില്ലേ? കൃത്യമായി ദിക്റുകൾ ചെല്ലാൻ നമ്മൾ ശ്രമിച്ചതല്ലേ? സാമ്പത്തികമായി പ്രയാസം ഉണ്ടെങ്കിലും ഉള്ളതനുസരിച്ച് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചില്ലേ? ഇതൊക്കെ നമ്മൾ ശ്രമിച്ചു. അപ്പൊ നമുക്ക് കഴിയില്ല എന്നല്ല, കഴിയുമെന്ന് അള്ളാഹു നമ്മളെ കൂടി തെളിയിച്ചതാണ്. ആ ജീവിതക്രമം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇത്ര നല്ല ഒരു ടൈം മാനേജ്മെന്റ് ഉള്ള ഒരു മത ലോകത്ത് വേറെ ഏതാ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ മുമ്പ് നേരെ എത്ര സമയത്ത് ഉണരാനാണോ നമ്മൾ ആഗ്രഹിച്ചത്, ആ സമയത്ത് ഉണരാൻ ഇനിയെങ്കിലും നമ്മൾ ആഗ്രഹിക്കണം. എത്ര സമയം നമ്മൾ ഖുർആൻ ഓതാൻ ശ്രമിച്ചു, അത്ര സമയം പറ്റിയില്ലെങ്കിലും ശരി, അതുപോലെ നമ്മൾ സ്വീകരിച്ച ആ ശീലങ്ങളുണ്ടല്ലോ, അത് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. അതാണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ. എന്താ ധാർമ്മികത എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആൻ ധാർമ്മികതയ്ക്ക് ഒരുപാട് ഉത്തരങ്ങൾ, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നു എന്നതാണ് തഖ്വ എന്ന് പറഞ്ഞത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഞാനും നിങ്ങളൊക്കെയും അള്ളാഹുവിന്റെ അതിസങ്കീർണമായ ഒരു നിരീക്ഷണത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി അള്ളാഹുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നാണ്. അപ്പൊ അള്ളാഹുവിനെ മറച്ചു പിടിച്ചിട്ട് അള്ളാഹു കാണാതെ ഒരു കാര്യം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധ്യത്തിൽ പറയുന്ന അറബി വാക്കാണ് തഖ്വ എന്ന് പറഞ്ഞത്. അതല്ലാതെ നമ്മൾ മനസ്സിലാക്കിയ തഖ്വയുണ്ട്, ഒരുപാട് നിർവചനം, അതൊക്കെ അതിലെ നിർവചനമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം എന്നാലും ശരി. അടിസ്ഥാനപരമായി ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അള്ളാഹു തന്നെ കാണുന്നുണ്ട്, അള്ളാഹു തന്നെ അറിയുന്നുണ്ട്, അള്ളാഹു തന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ വിചാരണ ചെയ്യപ്പെടേണ്ടി വരും എന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഏറെ അത്ഭുതം തോന്നുന്ന രണ്ട് സംഭവങ്ങൾ. ഒന്ന്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നമ്മൾ കേട്ട സംഭവമാണ്. ഒരു പാൽക്കാരി പെണ്ണിന്റെ മതബോധം, ഒരു പാൽക്കാരി പെണ്ണിന്റെ വിദ്യാഭ്യാസം എന്തായിരിക്കും? പാല് വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബം, സ്വന്തം മാതാവ് പാലിൽ അല്പം വെള്ളം ചേർത്ത് വിൽപ്പന നടത്താൻ പറഞ്ഞപ്പോൾ ആ മകള് പറഞ്ഞു അത് പറ്റില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു ഖലീഫ കാണുമെന്ന് ഭയപ്പെട്ടിട്ടാണോ? ഖലീഫ രാത്രിയാണല്ലോ, ഖലീഫ അറിയില്ല എന്നാണ്. അപ്പൊ ഒരു പാൽക്കാരി പെണ്ണിന്റെ മകള് പറഞ്ഞ ഉത്തരം എന്താണ്? ഉമർ, ഖലീഫ നമ്മളെ കാണുന്നില്ലെങ്കിലും ശരി അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ എന്നതാണ്. നോക്ക, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഒരു പാൽക്കാരി പെണ്ണിന്റെ മകൾക്കുള്ള ബോധ്യം ഉണ്ടല്ലോ അള്ളാഹിനെ കുറിച്ചിട്ട്, ആ ബോധ്യത്തിനാണ് അടിസ്ഥാനപരമായി തഖ്വ എന്ന് പറയാന്നർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു രംഗം കാണാം. അദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക് ഒരു പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആട് മേയ്ക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. അപ്പോൾ പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ വെറുതെ ചോദിച്ചു, ഈ കൂട്ടത്തിൽ ഒരു ആടിനെ എനിക്ക് തരുമോ? അപ്പൊ ആ കുട്ടി പറഞ്ഞു,
തരാൻ കഴിയില്ല, ഇത് ഞാനല്ല ഇതിന്റെ ഉടമസ്ഥൻ, ഇതിനൊരു യജമാനുണ്ട്, ഉടമസ്ഥനുണ്ട് എന്ന്. അപ്പൊ അതിന് വില തരാം, അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഒരു കാര്യം ചെയ്യും, ഒരു ആട് ഞങ്ങൾക്ക് തരട്ടെ. ആ ആടിനെ ചെന്നായി പിടിച്ചു എന്ന് യജമാനോട് പറഞ്ഞു. അപ്പൊ നീ രക്ഷപ്പെടൂല്ലോ എന്നാ. നമ്മൾ ആലോചിച്ചു, ഈ കുട്ടിക്ക് ഇത് ഇവിടുത്തെ ഭരണാധികാരിയാണെന്നോ ഖലീഫ ഉമർ ആണെന്നോ ഇതൊന്നും അറിയില്ലല്ലോ. ഒരു ആട്ടിന്റെ വിദ്യാഭ്യാസം ആലോചിച്ച് നോക്കൂ, അയാളുടെ മതബോധം ആലോചിച്ച് നോക്കും. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞപ്പോ ഈ കുട്ടി ചോദിക്കാൻ, അപ്പൊ ഞാൻ അള്ളാഹിനോട് എന്ത് മറുപടി പറയും? എന്റെ യജമാനെ എനിക്ക് ബോധ്യപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ പറയുന്ന യുക്തി അനുസരിച്ച്, എന്റെ സാമർഥ്യം അനുസരിച്ച് ഞാൻ യജമാനെ ബോധ്യപ്പെടുത്താം. അള്ളാഹിനോട് ഞാൻ എന്ത് ബോധ്യപ്പെടുത്തുന്ന? സഹോദരന്മാരെ, ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹിനോട് എന്ത് മറുപടി പറയേണ്ടി വരും? അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും? അള്ളാഹുവിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? നമുക്ക് സൂക്ഷ്മതയും തഖ്വയും ബാധ്യതയും മുഴുവൻ അള്ളാഹിനോടാണെന്ന് തിരിച്ചറിയാം. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ബാധ്യതയില്ല. പടച്ചോന്റെ മുമ്പിൽ നമ്മൾ സത്യസന്ധരായി മാറി. ആ ഒരു ബോധ്യത്തിനാണ് ഖുർആൻ തഖ്വ എന്ന് പറഞ്ഞാൽ. നോക്കൂ, റമദാൻ മുഴുവൻ ആ ബോധ്യം നമുക്കുണ്ടായിരുന്നല്ലോ. നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്തത്? റമദാൻ അല്ലേ, നോമ്പല്ലേ എന്നാ. നിങ്ങൾ ആലോചിച്ചു, നോമ്പ് അങ്ങനെയാണ്. എനിക്ക് എന്റെ റമദാനിൽ ഉണ്ടായ ഒരു അനുഭവം. ഞാൻ ഒരു റമദാനിലെ ആദ്യ ഞായറാഴ്ച ഒരു പ്രോഗ്രാമിന് വേണ്ടി ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ. എനിക്ക് വലിയ ഹൃദയസ്പർക്കായി തോന്നി. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ആ ബസ്സിന് സ്റ്റോപ്പില്ല, ദീർഘദൂര ബസ്സാണ്. അപ്പൊ ഞാൻ പറയും, എനിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ബസ് നിർത്തോ? അപ്പൊ കണ്ടക്ടർ പറഞ്ഞു, അവിടെ സ്റ്റോപ്പില്ല, നിർത്താൻ കഴിയില്ല. കണ്ടക്ടർ ചെറുപ്പക്കാരനാണ്, കയ്യിലൊരു മഞ്ഞ ചരടൊക്കെ ഉണ്ട്, കുറിയൊക്കെ തൊട്ട തികഞ്ഞ ഒരു ഹിന്ദു വിശ്വാസി. അപ്പൊ ശരി, ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇക്കാക്ക് നോമ്പല്ലേ എന്ന് ചോദിച്ചു. അതെ, എന്നാ ഞാൻ നിർത്തിത്തരാമെന്ന. നോക്കൂ, ഒരു അമുസ്ലിം അയാളുടെ ബോധ്യം എന്താ? നോമ്പല്ലെന്നാ. നമ്മളെ പരിഗണിക്കാൻ ആ മനുഷ്യൻ കണ്ടെത്തിയ മാർഗം നോമ്പല്ല എന്ന. അപ്പൊ നോമ്പുള്ള ഒരു മുസ്ലിമിനെ പരിഗണിക്കണം, ആദരിക്കണം എന്ന ഒരു ബോധ്യം ഒരു അമുസ്ലിമിന്റെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവണ്ടേ, ഞാൻ നോമ്പുകാരനായിരുന്നു. എന്തേ നമുക്ക് ആ ബോധ്യമില്ല? ഞാൻ നോമ്പുകാരനായിരുന്നു, ഞാൻ ഒരു മാസം നോമ്പ് പിടിച്ചവനായിരുന്നു, എന്റെ മനസ്സും ശരീരം ഞാൻ പാകപ്പെടുത്തിയവനായിരുന്നു എന്ന ബോധ്യത്തിനാണ് സഹോദരന്മാരെ തഖ്വ എന്ന് പറയാം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചട്ടക്കൂടുകളല്ല. നോക്ക്, അങ്ങനെ ഒരു ബോധ്യം നമുക്ക് റമദാനിൽ ഉണ്ടായിരുന്നു. ആ ബോധ്യം തുടർത്തിക്കൊണ്ടു പോകാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പ് ഫലപ്പെട്ടോ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട രണ്ട് സംഗതികൾ, ഈമാനികമായ നമ്മുടെ കരുത്ത് ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തകർന്നു പോകാതെ സൂക്ഷിക്കണം. ധാർമ്മികത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ നോമ്പ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ധാർമ്മികത തകർന്നു പോകാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര സൗഭാഗ്യവന്മാരിൽ സർവ്വത്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിൽ തഖ്വയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന മാനദണ്ഡം തഖ്വയാണ്, ഈ ബോധ്യമാണ്. എൻ്റെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ, ഒമ യത്തഖില്ലാഹ, ആര് തഖ്വയോട് കൂടി ജീവിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അവന്റെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ശരി അവന് പുറത്തു കിടക്കാനൊരു വഴി അന്ന തുറന്നു കൊടുക്കണം. നമ്മൾ കുടുങ്ങിയാൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഈ പറഞ്ഞർത്ഥം. അങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തണം. നമ്മളിപ്പോൾ ഏതെല്ലാം ദുരിതത്തിൽ പെട്ടിട്ടുണ്ടോ പുറത്തു കിടക്കണോ, ഒരൊറ്റ മാർഗമുള്ളൂ, തഖ്വ ഉണ്ടായില്ല. പിന്നെ നിങ്ങൾക്ക് പേടി ഉപജീവനത്തിന്റെ കാര്യത്തിലല്ലേ, അത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിൽ നിങ്ങളുടെ ഉപജീവനം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. അപ്പൊ നമ്മുടെ ഉപജീവനം വഴിമുട്ടരുത്. എന്താ ചെയ്യേണ്ടത്? തഖ്വ ഉണ്ടാകുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. നിങ്ങൾ അല്ലാഹുവിനെയാണ് ഭയപ്പെടുന്നതെങ്കിൽ
നിങ്ങളുടെ ജീവിതം അള്ളാഹുവിനെയാണ് ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു മാത്രം മതി എന്നാണ്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് എന്താണ് പരിഹാരം? ഒരൊറ്റ ഉത്തരമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ: ധാർമ്മികതയ്ക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് പരിഹാരം. അത് മാത്രമാണ് പരിഹാരം. അതല്ലാത്തൊരു പരിഹാര മാർഗം നമ്മൾ തേടരുത്. ഒരിക്കലും അത് നമുക്ക് ഉപകാരപ്പെടുകയില്ല എന്ന ബോധ്യം നമുക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം നമ്മുടെ തഖ്വയാണ്, അത് ഹൃദയത്തിലാണ്. ആ ബോധ്യമാണ് നമുക്ക് തുടർന്ന് നടക്കാനുള്ള ശക്തി നൽകുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായി ആശുപത്രിയിലും വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, മാനസികമായി പ്രയാസമുള്ളതാണ്, അല്ലാഹു അവർക്കൊക്കെയും ആശ്വാസവും രക്ഷയും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم أحينا للكتاب والسنة ومتنا والإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك